എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ്. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ദെൻ അടുത്തതായിട്ട് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് എമിലിയ പെരേസ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്, ഫ്രഞ്ച് സിനിമയാണത്. ഇനി മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ബ്രാഡി കോർബറ്റ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ദെൻ മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി, ചിത്രം ഇത് തന്നെയാണ്, ദ ബ്രൂട്ടലിസ്റ്റ് തന്നെയാണ്. ദെൻ മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്തത് കീരൻ കൾക്കിങ്. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്, ചിത്രം എ റിയൽ പെയിൻ. ദെൻ മികച്ച സഹനടി സോയി സാൽദാന. മികച്ച സഹനടി സോയി സാൽദാന, ചിത്രം എമിലിയ പെരേസ്. ദെൻ മികച്ച തിരക്കഥ ആയിട്ട് തിരഞ്ഞെടുത്തത് കോൺക്ലേവ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. ദെൻ മികച്ച ടെലിവിഷൻ സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഷോഗൺ. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. ഓക്കെ, അപ്പോൾ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ്. ഇനി അടുത്തതായിട്ട് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം നോക്കാം. 2023 അതിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് 2018 മികച്ച സംവിധായകൻ അഖിൽ സത്യൻ, മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുത്തത് ബി അരുന്ധതി. ഓക്കെ, ഇനി നെക്സ്റ്റ് 2024 ഐവറി പുരസ്കാരം ജേതാവ് KS ചിത്ര. 2024 ഐവറി പുരസ്കാര ജേതാവ് KS ചിത്ര. നെക്സ്റ്റ് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ. ഇനി അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം കിട്ടിയത് എ നസീറ. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് എ നസീറയ്ക്കാണ്, അവരുടെ ഉച്ചാടനം എന്ന നോവലിന്. ദെൻ പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന് ലഭിച്ചു. അപ്പോൾ പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിന്. K ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറിയാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായതാരാണ്? തൃശ്ശൂർ ജില്ല ജേതാക്കളായി. നെക്സ്റ്റ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും. ഇത് ജനുവരി മാസത്തെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആണ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായത്. ഇനി കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ മേധാവി വിതുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ മേധാവിയാണ് വിതുൽ കുമാർ. ഇനി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി തോംസൺ ജോസിനെ നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി തോംസൺ ജോസിനെ നിയമിച്ചു. അടുത്തത് 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. അതിൻ്റെ പേര് നോട്ട് ചെയ്തോളൂ, കോമറ്റ് G3. ഇനി ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഉള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ, അതിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി.
ഇനി ന്യൂസിലൻഡ് ഓപ്പണറായ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി പുതിയ ലോകമുത്തശ്ശിയാണ് ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ്. അടുത്തതൊരു അപ്പോയിൻമെൻ്റ് ആണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? വി നാരായണൻ. ഇനി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. അതുപോലെ തന്നെ US-ൻ്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പം 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡൻ്റാണ് ജിമ്മി കാർട്ടർ. ഇനി ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ഇനി ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. അതുപോലെ തന്നെ എഴുത്തുകാരനായ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. ഇനി അടുത്തതായിട്ട് ഖേൽരത്ന പുരസ്കാരമാണ്. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. നിലവിൽ അതിൻ്റെ പേരെന്താണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ് നിലവിൽ ആ ഒരു പുരസ്കാരത്തിൻ്റെ പേര്. ദെൻ മലയാളി നീന്തൽ താരമായ സാജൻ പ്രകാശിന് അർജുന അവാർഡും, ദെൻ മലയാളി ബാഡ്മിൻ്റൺ കോച്ചായ S മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. ദെൻ അടുത്തത് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ലഭിച്ചത് കൊനേരു ഹംപി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ലഭിച്ചത് കൊനേരു ഹംപി. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. ഇനി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ 2025 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ബംഗാളാണ്. റണ്ണറപ്പ് കേരളം. 1-0 തോൽപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ജനുവരി മാസത്തെ PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫെയേഴ്സ്. താങ്ക് യു.